ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കുറച്ച് സ്ഥലങ്ങളിലെ പാരണ സമയം ഞാൻ വിട്ടുപോയിരുന്നു. അതുപോലെ തന്നെ പുതുതായിട്ട് ചില സ്ഥലങ്ങളിൽ എഴുതി ചോദിച്ചിരുന്നു ആളുകൾ. അവർക്കെല്ലാവർക്കും തന്നെ അവരുടെ കമൻറ്റിൻ്റെ താഴെ ഞാൻ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ കുറച്ച് സംശയങ്ങളും കൂടെ ചോദിച്ചിരുന്നു. അതിനും കൂടെ മറുപടി പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. നമ്മൾ ഏകാദശി എടുക്കുന്നത് പിന്നെയും ആളുകൾക്ക് സംശയം തോന്നുന്നു. കാരണം ചിലപ്പോൾ ആദ്യമായിട്ട് എടുക്കുന്നവരാകാം, അതല്ലെങ്കിൽ നമ്മുടെ ചാനൽ മുമ്പ് കണ്ടിട്ടില്ലാത്തവരാകാം. അവർക്ക് വേണ്ടി ഞാനൊന്ന് ചുരുക്കി പറയാം. ഇപ്പോൾ 18-ാം തീയതിയാണ് നമുക്ക് ഏകാദശി എടുക്കേണ്ടതെങ്കിൽ, നമ്മൾ ഏകാദശിയായിട്ട് 18-ാം തീയതിയാണ് എടുക്കുന്നതെങ്കിൽ 17-ാം തീയതി നമ്മൾ മലയാളികളായതുകൊണ്ട് നമ്മൾ ഒരു നേരം അരിഭക്ഷണം കഴിക്കും. ബാക്കി 2 നേരവും നമ്മൾ ഗോതമ്പോ കൊണ്ടുള്ള ആഹാരങ്ങളോ അതല്ലെങ്കിൽ മറ്റു ധാന്യങ്ങളോ അതല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളോ ഒക്കെ കഴിച്ച് പിറ്റേ ദിവസത്തെ വ്രതത്തിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കും. അന്നും നമ്മൾ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളൊന്നും തന്നെ കഴിക്കില്ല. പക്ഷേ ചായയും കാപ്പിയൊക്കെ കുടിക്കാം, അതിനൊന്നും ദോഷമില്ല. ഇനി 18-ാം തീയതി എപ്പം മുതൽ എപ്പോൾ വരെയാണ് ഏകാദശി എടുക്കേണ്ടതെന്നാണ് സംശയം. 18-ാം തീയതി അതല്ലെങ്കിൽ നമ്മൾ ഏത് വ്രതമാണോ എടുക്കാൻ തുടങ്ങുന്നത്, ഇപ്പോൾ ഏകാദശി എന്ന് തന്നെയല്ല, നമ്മൾ ഏത് വ്രതമാണോ എടുക്കാൻ തുടങ്ങുന്നത് ആ എടുക്കുന്ന ദിവസത്തിൻ്റെ തലേ ദിവസവും ഇതുപോലെ തന്നെ നമ്മൾ വ്രതത്തിന് വേണ്ടി തയ്യാറെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ മലയാളികളായതുകൊണ്ട് നമ്മൾ കൂടുതൽ അരിഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് നമ്മൾ ഈ അരിഭക്ഷണം ഒരു നേരമാക്കി തലേ ദിവസം കുറയ്ക്കുന്നു. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ആദ്യം ഈ വ്രതങ്ങളൊക്കെ എടുക്കുന്നതും കൂടെ നമ്മൾ ആലോചിക്കുക. അതാണ് അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഒരു നേരം അരിഭക്ഷണം കഴിക്കുന്നു തലേ ദിവസം, രാവിലെയും വൈകുന്നേരവും മറ്റ് ധാന്യങ്ങൾ കഴിക്കുന്നു. വൈകുന്നേരം കൂടുതലും പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതായത് ഏത് വ്രതത്തിൻ്റെ ആയാലും അതിൻ്റെ തലേ ദിവസം രാവിലെ നമുക്ക് മറ്റ് ധാന്യങ്ങൾ കഴിക്കാം, അതിന് വിഷയമില്ല. ഇനി ഏകാദശി അല്ലെങ്കിൽ ഏത് വ്രതമാണോ എടുക്കുന്നത് അത് അന്ന് നമ്മൾ എപ്പോഴാണോ രാവിലെ എഴുന്നേൽക്കുന്നത്, നമ്മൾ നല്ല ഇച്ചിരി സൂര്യോദയം അത് കഴിഞ്ഞിട്ട് ഉള്ള സമയത്ത് എഴുന്നേൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതായത് ഒരുപാട് സമയം കിടന്നുറങ്ങാതെ രാവിലെ തന്നെ എഴുന്നേൽക്കുക. ഇനി അത് രാവിലെ എഴുന്നേൽക്കാൻ പറ്റുന്നവർക്ക് അത് രാവിലെ എഴുന്നേൽക്കാം. അതല്ല നമുക്ക് തലേ ദിവസം രാത്രി താമസിച്ചാണ് കിടക്കുന്നത്, അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ എഴുന്നേറ്റ തലവേദന എടുക്കും, അതല്ലെങ്കിൽ ജോലിക്ക് പോകണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണും. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടക്കുന്നവർ കാണും. അങ്ങനെയുള്ളവർ സാധാരണ നമ്മൾ എഴുന്നേൽക്കുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരം ആകരുത്. ഒരു 6 മണിക്കെങ്കിലും പരമാവധി നമ്മൾ എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുക. ഒരു 6 മണിക്ക് എങ്കിൽ അതിന് മുമ്പ് എഴുന്നേൽക്കുന്നത് വളരെ ഉത്തമമാണ്. എങ്കിലും ഒരു 6 മണി കഴിയാതിരിക്കാനായിട്ട് നോക്കുക. നമ്മൾ എപ്പോഴാണോ എഴുന്നേൽക്കുന്നത് ആ സമയം മുതൽ നമുക്ക് വ്രതമാണ്. നമ്മൾ എഴുന്നേറ്റ് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ പ്രഭാത കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് കുളിച്ച് നമ്മൾ അമ്പലത്തിൽ പോകാൻ പറ്റുന്നവർക്കാണെങ്കിൽ പോകാം. അതല്ലെങ്കിൽ വീട്ടിൽ നമുക്ക് നമ്മുടെ പൂജാമുറിയിൽ നമുക്ക് എവിടെയാണോ വിളക്ക് കത്തിക്കുന്നത് അവിടെ ഇരുന്ന് ഒരു നിമിഷം നമ്മൾ ഏത് ഭഗവാന്റെ വ്രതമാണോ എടുക്കുന്നത് ആ ഭഗവാനെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. വിഘ്നേശ്വരനെ കൂടെ പ്രാർത്ഥിക്കുക. അതുകൂടാതെ തന്നെ നമ്മുടെ എല്ലാവർക്കും ഹിന്ദുക്കൾക്ക് ഓരോ കുടുംബ ദേവതകൾ കാണും. ആ ദേവത ആരാണോ ആ ദേവതയും കൂടെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മുടെ വ്രതത്തിലേക്ക് നമ്മൾ കടക്കുക. നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ആഹാരക്രമം അതനുസരിച്ചിട്ടുള്ള ആഹാരക്രമത്തിലേക്ക് പോവുക. ഇനി ഉപവാസമാണെങ്കിൽ അതിലേക്ക് പോവുക. നിരന്തരം നമ്മൾ എന്ത് ചെയ്യുക, നാമം ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അതാണ് വ്രതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആഹാരമല്ല. ഇനി നമ്മൾ ഏകാദശി പോലുള്ള വ്രതങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ വൈഷ്ണവ സമ്പ്രദായം അനുസരിച്ച് ഒരു ധാന്യങ്ങളും ഉപയോഗിക്കാറില്ല. പഴയ കാലത്ത് നമ്മൾ മലയാളികൾ ഗോതമ്പ് കഞ്ഞി അതല്ലെങ്കിൽ ഗോതമ്പിൻ്റെ ഉപ്പുമാവൊക്കെ കഴിക്കുമായിരുന്നു. ഇപ്പോഴും അത് കഴിക്കാം, അതിനൊന്നും തെറ്റില്ല. പക്ഷേ വൈഷ്ണവ സമ്പ്രദായം ഫോളോ ചെയ്യുന്ന ആളുകൾ, അതായത് ഭഗവാൻ നാരായണനെ മാത്രം ഭജിച്ച് അവർ ഭഗവാന് വേണ്ടിയിട്ടാണ് അവർ ജീവിക്കുന്നത്. അങ്ങനെ വൈഷ്ണവ സമ്പ്രദായം ഫോളോ ചെയ്യുന്ന ആളുകൾ ഒരു തരത്തിലുള്ള ധാന്യങ്ങൾ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് തന്നെ പൊതുവേ നമ്മൾ ഏകാദശിക്ക് ഒരു തരത്തിലുള്ള ധാന്യങ്ങളും ഇപ്പോൾ ഉപയോഗിക്കാറില്ല. അതായത് ഗോതമ്പ്, റാഗി, തിന, ഓട്സ്, ബാർലി ഒന്നും തന്നെ നമ്മൾ ഉപയോഗിക്കാറില്ല. പക്ഷേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വൈഷ്ണവ സമ്പ്രദായത്തിൽ പറയുന്ന സാധനങ്ങളാണ് കപ്പലണ്ടി നമുക്ക് ധാരാളമായി ഉപയോഗിക്കാം. അതുപോലെ തന്നെ സാബുദന, അതായത് ചൗവരി നമുക്ക് ഉപയോഗിക്കും. അപ്പോൾ ചൗവരി ഇട്ടിട്ട് രാവിലെ പാലിനകത്ത് ചൗവരി ഇട്ട് കാച്ചി നമുക്ക് പഞ്ചസാര ഇട്ട് ഒരു ഏലക്കയൊക്കെ വേണമെങ്കിൽ പൊട്ടിച്ചിടാം. ഭഗവാന് വേണമെങ്കിൽ നമുക്കത് നൈവേദ്യമായിട്ട് സമർപ്പിച്ചതിന് ശേഷം നമുക്കത് കഴിക്കാം. രാവിലെയും കഴിക്കാം, ഉച്ചയ്ക്കും കഴിക്കാം, വൈകുന്നേരവും ഭഗവാന് നമുക്ക് നൈവേദ്യം വെച്ചിട്ട് നമുക്ക് കഴിക്കാം. കാരണം അപ്പോൾ അത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തുണ്ടാവും, നല്ല ഒരു ചോറുണ്ടതുപോലെയോ അതല്ലെങ്കിൽ നല്ലൊരു ഹെൽത്തി മീൽ തന്നെയാണത് ഈ ചൗവരി ഇട്ടിട്ട് നമുക്ക് കഴിക്കുന്നത്. അതുപോലെ തന്നെ ചൗവരി ഇട്ട് ശർക്കര
ശർക്കര ചേർത്ത് പായസം വെച്ച് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം, അതിനൊന്നും ദോഷമില്ല. അതല്ല പാലൊഴിച്ചിട്ടായാലും നമുക്ക് കഴിക്കാം. അത് വളരെ നല്ലതാണ് ശരീരത്തിന്, നമുക്ക് ക്ഷീണമൊന്നും ഉണ്ടാക്കത്തില്ല. അതല്ലെങ്കിൽ പാലും പഴങ്ങളും കഴിച്ചിരിക്കാം. അതല്ലെങ്കിൽ നമുക്ക് പച്ചക്കറികളെല്ലാം ചേർത്ത് നമ്മളെപ്പോഴും പറയും, ഇതിനു മുമ്പുള്ള വീഡിയോകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് പച്ചക്കറികൾ ചേർന്ന് ഒരു പുഴുക്ക് വെക്കുന്നത്. അങ്ങനെ ഒരു പുഴുക്കൊക്കെ ഉണ്ടാക്കി നമുക്കൊരു ഇഞ്ചിയൊക്കെ ചേർത്ത് ഒരു ചമ്മന്തി അരച്ച് കഴിക്കാം. പക്ഷേ ഉള്ളിയും വെളുത്തുള്ളിയും രജസ്വ സ്വഭാവങ്ങളുള്ള ഭക്ഷണങ്ങളായതുകൊണ്ട്, ഇപ്പോൾ പച്ചക്കറികളുടെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഉള്ളിയും വെളുത്തുള്ളിയും. പക്ഷേ ഉള്ളിയും വെളുത്തുള്ളിയും രജസ്വ സ്വഭാവമുള്ള പച്ചക്കറികളാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ദിവസം നമ്മൾ എന്ത് ചെയ്യുക, ഈ വ്രതമുള്ള ദിവസങ്ങളിൽ അത് ഒഴിവാക്കുക. ഇപ്പോൾ ഏകാദശി നമ്മൾ 18-ാം തീയതിയാണ് എടുക്കുന്നതെങ്കിൽ 17-ാം തീയതിയും 19-ാം തീയതിയും 18-ാം തീയതിയും ഈ 3 ഉള്ളിയും വെളുത്തുള്ളിയും ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മളിപ്പോൾ ക്ഷേത്രത്തിലെ പൂജയ്ക്ക് ഉണ്ടാക്കുന്ന ആഹാരത്തിനകത്ത് ഒരിക്കലും ഉള്ളിയും വെളുത്തുള്ളിയും ഉപയോഗിക്കാറില്ല. അത് നമ്മൾ ശ്രദ്ധിക്കുക. അതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇനി വ്രതം അവസാനിപ്പിക്കേണ്ടത് പിറ്റേ ദിവസം നമ്മൾ പാരണ വീടുക എന്ന് പറയും. പാരണ വീടുക എന്ന് പറയുന്നതാണ് നമ്മൾ വ്രതം അവസാനിപ്പിക്കുന്നത്. അതായത് നമ്മളൊരു സമയം, കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഓരോ സ്ഥലങ്ങളിലും ഏത് സമയത്താണ് നമ്മൾ വ്രതം അവസാനിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 10 മണി മുതൽ 11 മണി വരെ, അല്ലെങ്കിൽ 7 മണി മുതൽ 8 മണി വരെ, ഇങ്ങനെ നമ്മൾ സമയം പറയുന്നുണ്ട്. അപ്പോൾ ആ 7 മണി മുതൽ 8 മണി വരെയാണ് എന്ന സമയത്താണ് നമ്മുടെ പാരണ വീടേണ്ടതെങ്കിൽ 7 മണിക്ക് ശേഷം 8 മണിക്കുള്ളിലുള്ള ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ച് നാമം ചൊല്ലി ഭഗവാന്റെ മുമ്പിൽ തുളസി തീർത്ഥമോ അതല്ലെങ്കിൽ വെറും തീർത്ഥമോ ജലമോ ഒക്കെ വെച്ചിട്ട് അത് കഴിച്ചിട്ട് ഭഗവാനൊരു പഴമൊക്കെ നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ ഭക്ഷിച്ചിട്ട് നമ്മുടെ വ്രതം അവസാനിപ്പിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പാരണ വീടുന്ന സമയത്താണ് നമ്മുടെ വ്രതം അവസാനിപ്പിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പാരണ വീട്ടിയാലും നമ്മൾ തലേദിവസം നന്നായി നാമമൊക്കെ ചൊല്ലി നമ്മൾ ആ ഭഗവാന്റെ ആ സ്നേഹമൊക്കെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് 18-ാം തീയതി നമ്മൾ ഏകാദശി എടുക്കുന്നു, 19-ാം തീയതി രാവിലെ നമ്മൾ പാരണ വീടുന്നു ആ പറഞ്ഞ സമയത്ത്. ആ 19-ാം തീയതിയും കൂടെ നമ്മൾ ഒന്ന് വെജിറ്റേറിയൻ ഭക്ഷണത്തിലിരിക്കുന്നത് വളരെ നല്ലതാണ്. അതായത് നോൺ വെജ് ഉപയോഗിക്കാതെ ആ 19-ാം തീയതിയും കൂടെ ഒന്ന് ശുദ്ധാഹാരത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ്. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വ്രതം എടുക്കുന്നു, അപ്പോൾ അതിൻ്റെ തലേ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും നമ്മൾ ശുദ്ധമായ ആഹാരത്തിലിരിക്കുക. ഇനി 19-ാം തീയതി നമ്മൾ ഈ പാരണ വീടിയതിന് ശേഷം നമ്മൾ ഒരു നേരം അരിഭക്ഷണം എന്നുള്ളതൊന്നും അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഇപ്പോൾ രാവിലെ നമ്മൾക്ക് ഇഡ്ഡലി സാമ്പാറുമാണെങ്കിൽ ഇഡ്ഡലിയൊക്കെ കഴിക്കാം, പുട്ട് കഴിക്കാം, അരി കൊണ്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നമുക്ക് 3 നേരവും കഴിക്കാം. അതിലൊന്നും യാതൊരു ദോഷവുമില്ല. പക്ഷേ തലേ ദിവസം, ഏത് ദിവസമാണോ നമ്മൾ വ്രതം എടുക്കുന്നത് അതിൻ്റെ തലേ ദിവസം അരിഭക്ഷണം ഒരു നേരം, അരി കൊണ്ടുള്ള ആഹാരങ്ങൾ. പക്ഷേ പിറ്റേ ദിവസം നമുക്ക് കഴിക്കാം, അതിന് ദോഷമൊന്നുമില്ല. അതായത് വ്രതത്തിൻ്റെ പിറ്റേ ദിവസം. പക്ഷേ നോൺ വെജ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്കും അത് ആലോചിച്ചാൽ മനസ്സിലാവും. കാരണം നമ്മുടെ ശരീരത്തിന് അത്രത്തോളം ശുദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം തലേദിവസം നമ്മൾ ആ പൂർണ്ണമായ ശുദ്ധാഹാരത്തിലൊക്കെ ഇരുന്ന് ഭഗവാനെ വിളിച്ച് നാമം ചൊല്ലി നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ ഒരു പവിത്രത വന്നിരിക്കുന്ന സമയമാണ്. പെട്ടെന്ന് തന്നെ അതൊരു അജ്ഞാനത്തിലേക്ക് പോകണ്ട. ഇനി പീരീഡ്സ് ഉള്ള ആളുകൾ എന്ത് ചെയ്യണമെന്ന്, പീരീഡ്സ് ഉള്ള ആളുകളും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക, ഇത് ശരീരത്തിൻ്റെ മാത്രം അശുദ്ധിയാണ്, മനസ്സിന് നമുക്ക് യാതൊരു അശുദ്ധിയുമില്ല, ഭഗവാനും യാതൊരു അശുദ്ധിയുമില്ല. ഏത് സമയത്തും നമ്മളോട് സ്നേഹം മാത്രമേ ഉള്ളൂ ഭഗവാന്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കിപ്പോൾ പീരീഡ്സ് വന്നു 7 ദിവസവും നമ്മൾ ഭഗവാനെ വിളിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് ഭഗവാന് വിഷമാവും. ഭഗവാന്റെ ഭക്തർ എപ്പോഴും ഭഗവാനെ വിളിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. ചിലർക്ക് മാസത്തിൽ 2-3 തവണയൊക്കെ പീരീഡ്സ് വരും, ചിലപ്പോൾ 2 തവണ വരും. അപ്പോൾ അവർക്കൊക്കെ എന്താ ചെയ്യുന്നത്, അവർക്കൊക്കെ അപ്പോൾ ഭഗവാനെ വിളിക്കാനേ പറ്റില്ലേ. അതുപോലെ തന്നെ വീട്ടിൽ പെൺകുട്ടികൾ മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പീരീഡ്സ് കഴിയുമ്പോഴായിരിക്കും അവർക്ക് വരുന്നത്. 2 പെൺകുട്ടികളുണ്ടെങ്കിൽ 1 മാസം അപ്പം നമുക്ക് ഈശ്വരനെ വിളിക്കേണ്ടെന്നൊരു തോന്നലാവും. അപ്പോൾ അങ്ങനെ നമുക്ക് പറ്റില്ല, നമുക്ക് ഭഗവാനെ വിളിക്കാം. ഇനിയിപ്പോൾ ആ സമയം പീരീഡ്സ് ഉള്ള സമയത്താണ് നമുക്ക് ഏകാദശി വരുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ സാധാരണ ഏകാദശി എടുക്കുന്നത് അതേപോലുള്ള ആഹാരക്രമം പിന്തുടരാം. ഇനി വിളക്ക് കത്തിക്കുകയോ അമ്പലത്തിൽ പോവുകയോ പൂജാമുറിയിൽ കയറുകയോ ചെയ്യരുത്. പക്ഷേ നമുക്ക് ഹരേ രാമ എന്നുള്ള നാമം നമുക്കറിയാമല്ലോ, അതല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന നാമം നമുക്കറിയാമല്ലോ, അതൊരു പൂജാ ബുക്കും നമുക്ക് തുറന്നു നോക്കണം. അല്ലെങ്കിൽ നാരായണ നാരായണ, അതല്ലെങ്കിൽ പ്രദോഷമാണെങ്കിൽ മഹാദേവ ഓം നമ ശിവായ എന്ന മന്ത്രം നമുക്കറിയാമല്ലോ, അത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മന്ത്രങ്ങളൊക്കെ നമുക്ക് ഏത് സമയത്തും പ്രാർത്ഥിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നാരായണ ഭജനം, നാരായണ നാരായണ നമുക്ക് ഏതവസ്ഥയിലും നമുക്ക് എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് പീരീഡ്സ് ആണ്, നമുക്ക് അന്ന് ഏകാദശി വന്നു, ഏകാദശി ആണെങ്കിൽ നിങ്ങൾ ഏകാദശി വ്രതത്തിൽ തന്നെ ഇരിക്കുക.
അതായത് നമ്മുടെ രാവിലെ എഴുന്നേൽക്കുക, കുളിക്കുക, നമ്മുടെ മുറിയിലിരുന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുക, അതേപോലുള്ള ആഹാരക്രമം പിന്തുടരുക. പിറ്റേ ദിവസം പാരണാ സമയത്ത് നമ്മൾ കുളിച്ചിട്ട് വന്ന് നമ്മുടെ അടുക്കളയിൽ കയറി നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം നന്നായി തിളപ്പിച്ച് ആ ജലം എന്ത് ചെയ്യുക, കുടിക്കുക. ഒരു പഴം ഉണ്ടെങ്കിൽ അത് ഭഗവാന് നൈവേദ്യമായിട്ടൊന്നും വെക്കേണ്ട, നമ്മുടെ മനസ്സുകൊണ്ട് ഭഗവാനൊരു നൈവേദ്യം സമർപ്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് കഴിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. ഇനി ഏകാദശി നടന്നുകൊണ്ടിരിക്കുന്നു, 18-ാം തീയതി നമ്മൾ ഏകാദശി എടുക്കുന്നു, ഉച്ചയ്ക്കാണ് നമുക്ക് പീരീഡ്സ് വന്നത്. ഒരിക്കലും നിങ്ങൾ വ്രതം അവസാനിപ്പിച്ച് വെച്ച് പോകരുത്. നിങ്ങൾ ആ വ്രതം കണ്ടിന്യൂ ചെയ്ത് തന്നെ മുമ്പോട്ട് പോകണം. അതൊരു വ്രതമായിട്ട് തന്നെ ഭഗവാൻ കണക്കാക്കിക്കോളും. നമ്മൾ മറ്റ് പൂജാ പുസ്തകങ്ങളെ തൊടുകയോ ക്ഷേത്രത്തിൽ പോവുകയോ വിളക്ക് കത്തിക്കുകയോ ചെയ്യാതിരുന്നാൽ മതി. മനസ്സുകൊണ്ട് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക, അതാണ് ചെയ്യേണ്ടത്. യാതൊരു ദോഷവുമില്ല. ഇങ്ങനെ ഇനി ആരെങ്കിലും ദോഷമുണ്ടെന്ന് പറയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് അവരോട് തർക്കിക്കാനൊന്നും പോകണ്ട. പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കേണ്ട ഒരു കഥയുണ്ട്. ഏതാണ്? ഞാൻ എപ്പോഴും പറയുന്നതാണ്. നമ്മൾ പാണ്ഡവരുടെയും കൗരവരുടെയും ചൂതുകളി. ആ ചൂതുകളി സമയത്ത് പാണ്ഡവർ തോക്കുകയാണ്. പാണ്ഡവർ തോക്കുന്ന സമയത്ത് യുധിഷ്ഠിരൻ ദ്രൗപദിയെ പണയം വെക്കുന്നു. ദ്രൗപദിയെ പണയം വെച്ചിട്ട് ദ്രൗപദിയെ പിടിച്ചുകൊണ്ട് വരാനായിട്ട് ദുര്യോധനൻ ആജ്ഞാപിക്കുമ്പോൾ ദുശാസനനും ഒക്കെ കൂടെ അങ്ങോട്ട് പോവുകയാണ് ദ്രൗപദിയെ പിടിച്ചുകൊണ്ട് വരാനായിട്ട്. ആ സമയത്ത് ദ്രൗപദിക്ക് എന്താണ്? രജസ്വലയായി ഒറ്റമുണ്ട് ഉടുത്തിരിക്കുന്ന ദ്രൗപദിയാണ്. ആ ദ്രൗപദിയാണ് ദുശാസനൻ പിടിച്ചുകൊണ്ട് എവിടെ വരുന്നത്? ആ സദസ്സിലേക്ക്, കൗരവ സദസ്സിലേക്ക് വരുന്നത്. ആ സമയത്ത് വീരന്മാരായ ഭർത്താക്കന്മാർ തലകുനിച്ചിരിക്കുകയാണ്. കാരണം അവരെല്ലാം പണയപ്പണ്ടങ്ങളായി. ആ സമയത്ത് ദ്രൗപദി ആരെയാണ് വിളിക്കുന്നത്? ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് വിളിക്കുന്നത്, നാരായണ എന്നാണ് വിളിക്കുന്നത്, അല്ലേ? ആ സമയത്ത് രജസ്വലയായിരിക്കുന്ന ദ്രൗപദിയുടെ മാനം രക്ഷിച്ചതാരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. അപ്പോൾ രജസ്വലയായിരിക്കുന്നത് കൊണ്ട് ദ്രൗപദി ഭഗവാനെ വിളിച്ചില്ലേ? ഭഗവാൻ ദ്രൗപദിയെ രജസ്വലയായിരിക്കുന്നത് കൊണ്ട് എന്നെ വിളിച്ചു, അതുകൊണ്ട് മഹാദോഷമാണ്, ഞാൻ നിന്നെ രക്ഷിക്കില്ല എന്ന് ഭഗവാൻ പറഞ്ഞു. 5 ഭർത്താക്കന്മാരുണ്ട്. 5 ഭർത്താക്കന്മാരും ബന്ധുജനങ്ങളും എല്ലാം ഇരിക്കുമ്പോഴാണ് രജസ്വലയായിരിക്കുന്ന ദ്രൗപദിയെ ആര് രക്ഷിച്ചത്? ഭഗവാൻ രക്ഷിച്ചത്. അപ്പം ഭക്തിയാണ് ഏറ്റവും വലുത്. ഭഗവാൻ മാത്രമേ നമ്മളെ രക്ഷിക്കാനുള്ളൂ എന്ന് ചിന്തിക്കുക. ഭഗവാന്റെ സ്നേഹത്തിന് വേണ്ടി ഏത് സമയവും പ്രാർത്ഥിക്കുക. അവിടെ നമ്മൾ കുളിച്ചില്ലെന്നോ അതല്ലെങ്കിൽ പീരീഡ്സ് ആണെന്നോ പല്ല് തേച്ചില്ലെന്നോ ഒന്നും നിങ്ങൾ കരുതണ്ട. നിങ്ങൾക്ക് എപ്പോഴും ഭഗവാനെ വിളിക്കാം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ നമ്മളൊന്ന് ശരീരശുദ്ധി, കുളിച്ച് ശുദ്ധിയായി വൃത്തിയായി ഇരുന്ന് ഭഗവാനെ വിളിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിൽ എന്തുണ്ടാകും? ഒരു സന്തോഷം. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ശരീരത്തിൻ്റെ അശുദ്ധികളെ പറ്റിയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. പക്ഷേ നമ്മൾ മലയാളികളാണ്. നമ്മൾ രാവിലെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള വിശേഷ ദിവസങ്ങൾക്കൊക്കെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? രാവിലെ കുളിക്കുമ്പോൾ നമ്മുടെ ശീലമാണ്, പണ്ട് മുതലേ നമ്മൾ ശീലിച്ചാണ്. അപ്പോൾ പീരീഡ്സ് ആയിരുന്നാലും നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്യുക. വ്രതം അതൊരു വ്രതമായി തന്നെ നിങ്ങൾ കണക്കുകൂട്ടി ഭഗവാനെ വിളിക്കുക, പ്രാർത്ഥിക്കുക, നാരായണ നാമം ചൊല്ലുക. പക്ഷേ തുളസി ഇല പറിക്കാനോ അതല്ലെങ്കിൽ വിളക്ക് കത്തിക്കാനോ ക്ഷേത്രത്തിൽ പോകാനോ ഭാഗവതത്തിൽ തൊടാനോ ഒന്നും പോകണ്ട. അതല്ലാതെ നമ്മൾ ആ വ്രതനിഷ്ഠയിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുക, അതാണ് ചെയ്യേണ്ടത്. എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ തുളസിയില പറിക്കാൻ പാടില്ലാത്ത ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകാദശിയോടനുബന്ധിച്ച് നമുക്ക് ഏകാദശി തിഥിയിലും അതുപോലെ തന്നെ മഹാദ്വാദശി തിഥിയിലും ഈ 2 ദിവസങ്ങളിലാണ് നമ്മൾ തുളസിയില പറിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അതായത് ഈ ദിവസങ്ങൾ തുളസീദേവി വ്രതത്തിലാണ്. അപ്പോൾ ദേവിയെ ബുദ്ധിമുട്ടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏകാദശി ദിവസങ്ങളും മഹാദ്വാദശി ദിവസങ്ങളിലും നമ്മൾ തുളസിയില പറിക്കാത്തത്. പക്ഷേ നമുക്ക് ദേവിക്ക് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാം. ഏകാദശി ദിവസങ്ങളിൽ സാധാരണ നമ്മൾ തുളസി ദേവിക്ക് ജലം കൊടുക്കാറില്ല. കാരണം ദേവിയെ ഉപവസിക്കുകയാണ്. അപ്പോൾ ഉപവസിക്കുന്ന ദേവിക്ക് നമ്മൾ ജലം കൊടുക്കാറില്ല. പക്ഷേ പിറ്റേ ദിവസം അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ തുളസിത്തറയുണ്ട്, നമ്മൾ ഏകാദശി എടുക്കുന്ന ദിവസം നമ്മൾ ദേവിക്ക് ജലം ഒഴിക്കാതിരിക്കുക. തലേ ദിവസം അതായത് ദശമി തിഥിയിൽ നമ്മൾ വൈകുന്നേരം നമ്മൾ ധാരാളം ജലം ദേവിക്ക് കൊടുക്കാം. ഏകാദശി ദിവസം കൊടുക്കാതിരിക്കാം, പക്ഷേ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാം. അതിനുശേഷം പിറ്റേ ദിവസം 19-ാം തീയതി നമ്മൾ പാർണ വീടുമ്പോൾ, നമ്മൾ ഏത് ദിവസമാണോ പിറ്റേ ദിവസം പാർണ വീടുന്നത്, ആ പാർണ വീടുന്ന ദിവസം നമ്മൾ പാർണ വീടി കഴിയുമ്പോൾ ദേവിയുടെ പാരണയും വീട്ടിൽ കൊടുക്കാം. അതായത് ദേവിക്കും ജലം ഒഴിച്ച് കൊടുത്ത് ദേവിയെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അത് തുളസി പൂജയുടെ ഭാഗമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതാണ് ചെയ്യേണ്ടത്. ദശമി തിഥിയിൽ നമുക്ക് തുളസിയില പറിക്കാം. പക്ഷേ ഏകാദശിക്കും മഹാദ്വാദശിക്കും പാടില്ല എന്നാണ് പറയുന്നത്. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കൂ. നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.